ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. ഒന്നുമില്ലാതിരുന്നിട്ടും താനൊരു ധനികനാണെന്ന് നടിക്കുന്നവരുണ്ട്, വളരെ ധനമുണ്ടായിട്ടും താനൊരു ദരിദ്രനെന്ന് കരുതുന്നവരുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കോടികൾ സമ്പാദിച്ചാലും മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ കോടീശ്വരന്മാരാണ്. പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമുക്ക് അതുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നേരെ മറിച്ച് ഈ ഭൂമിയിലൊന്നും നമ്മൾ സമ്പാദിക്കുന്നില്ല. നേരെ മറിച്ച് സ്വർഗസന്നിധി അല്ലെങ്കിൽ ആത്മീയ മേഖലയിൽ നമ്മൾ സമ്പാദിച്ചാൽ അത് സ്വർഗരാജ്യത്തിൽ എപ്പോഴും വില ഉള്ളതായിത്തീരും. നമ്മൾ തോമസ് ശ്ലീഹായുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് ഗോണ്ടഫോറസ് എന്ന രാജാവിന് വേണ്ടി ഒരു കൊട്ടാരം നിർമ്മിക്കാനാണ്. അദ്ദേഹം ഇന്ത്യ മഹാരാജ്യത്ത് വന്നു. അദ്ദേഹത്തിന് ഒരു കൊട്ടാരം പണിയാനുള്ള സാമ്പത്തികമെല്ലാം കൊടുക്കുന്നുണ്ട്. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ രാജാവ് ആ കൊട്ടാരം, തോമസ് ശ്ലീഹ പണിത കൊട്ടാരം കാണാൻ ചെല്ലുമ്പോൾ ആ സ്ഥലം ശൂന്യമായി കിടക്കുന്നു. അവിടെ ഒരു പണിയും ചെയ്തതായിട്ട് കാണുന്നില്ല. ഉടനെ അദ്ദേഹത്തെ തൻ്റെ സന്നിധിയിലേക്ക് വിളിപ്പിക്കുന്നു. താൻ ജോലി ചെയ്തില്ല എന്ന് കണ്ട് അദ്ദേഹത്തെ നേരെ തുറുങ്കിലടയ്ക്കുകയാണ്. ആ സമയത്താണ് ഈ ഗോണ്ടഫോറസ് രാജാവിൻ്റെ സഹോദരൻ രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാലാഖമാർ കൊണ്ടുപോകുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഒരു വലിയ ഒരു കൊട്ടാരം പണിത ഗോണ്ടഫോറസ് രാജാവിൻ്റെ പേരിൽ പണിതിരിക്കുന്നതായിട്ട് മാലാഖമാർ അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ വീണ്ടും ഭൂമിയിലേക്ക് പോകാൻ മാലാഖമാർ അനുവദിക്കുന്നു. അദ്ദേഹം തിരിച്ച് ഭൂമിയിൽ വരികയും അദ്ദേഹത്തെ രോഗത്തിൽ നിന്ന് സൗഖ്യം അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വന്ന് തൻ്റെ സഹോദരനായ രാജാവിന് മുമ്പിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി തോമസ് ശ്ലീഹ കൊട്ടാരം പണിത് ഭൂമിയിലല്ല, നേരെ മറിച്ച് സ്വർഗത്തിലാണ് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ തോമസ് ശ്ലീഹ പറയുന്നുണ്ട്, താങ്കൾ എനിക്ക് തന്ന ദേവാലയം അല്ലെങ്കിൽ കൊട്ടാരം പണിയാൻ തന്നിരിക്കുന്ന പണം ഉപയോഗിച്ച് ഒത്തിരി പാവപ്പെട്ടവരെ ഞാൻ സഹായിച്ചു. ഈ ഭൂമിയിൽ ചെയ്ത പുണ്യകർമ്മങ്ങളാണ് സ്വർഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം പണിയാൻ ഗോണ്ടഫോറസിന് രാജാവിന് വേണ്ടി പണിയാൻ തോമസ് ശ്ലീഹയ്ക്ക് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാം, ആരും അറിയാതെ മറ്റുള്ളവരെ സഹായിക്കാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.